ദേശീയപാത നിർമ്മാണത്തിനിടെ ഒരു കുടുംബത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയ ദേശീയപാത അതോറിറ്റി കാസർഗോഡ് ഷിറിയയിലെ മുഹമ്മദിന്റെ കുടുംബമാണ് ഇപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടത്. റോഡ് നിർമ്മാണത്തിനായി പ്രദേശം ആകെ മണ്ണിട്ട് ഉയർത്തിയതോടെയാണ് ഈ ഗ്രാമീണ റോഡ് ഇല്ലാതായത്. ഷിറിയയിൽ ദേശീയപാതയുടെ പണി നടക്കുന്നതുവരെ ഇവിടെ ടാറിട്ട ഒരു റോഡുണ്ടായിരുന്നു. കാറുകളും ലോറികളും ഇതുവഴി തലങ്ങും വിലങ്ങും ഓടിയിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളാകെ കീഴ്മേൽ മറിഞ്ഞു. കുട്ടികൾക്കും പ്രായമായവർക്കും ഇന്നീ ഒറ്റയടി പാതയിലൂടെ നടക്കാൻ കഴിയില്ല. പ്രദേശത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാനായി നാട്ടുകാർ ഓവുചാൽ നിർമ്മിച്ചതോടെ ഈ വഴി തന്നെ അപകടാവസ്ഥയിലായി. 6 മാസമായി റോഡ് ഇങ്ങനെ വെച്ചിട്ട്. നല്ലൊരു റോഡുണ്ടായിരുന്നു. നാഷണൽ ഹൈവേ വന്നതോടുകൂടിയിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് ഇത് സ്ഥിതിയാണ്. വെള്ളത്തിന് പോലും പ്രയാസമാണ് കൊണ്ടുവരാൻ. വാപ്പുണ്ട് സുഖമില്ലാതെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പോലും പറ്റുന്നില്ല. പ്രായമായവർക്കാണ് ഏറെയും ബുദ്ധിമുട്ട്. കിടപ്പ് രോഗിയായ മുഹമ്മദിന്റെ ചികിത്സ പോലും മുടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. റോഡില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോകാനും പോകാനില്ല. ഹോസ്പിറ്റലിൽ പോകാനോ തണ്ണി കൊണ്ടുവരണ റേഷൻ കൊണ്ടുവരണ ഒരു ഇതുമില്ല. ദേശീയപാതയിൽ എല്ലായിടത്തും സർവീസ് റോഡുകൾ അനുവദിച്ച സമയത്തും ഈ പഞ്ചായത്ത് റോഡിനെ അധികൃതർ പാടെ മറന്നു. പിറന്ന മണ്ണിൽ തുടരാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ തുടരുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി എത്രയോ പോരാട്ടങ്ങൾ നടന്ന നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ വഴി നടക്കാനുള്ള അവകാശത്തിനായി പരാതികളുമായി ഇങ്ങനെ കാത്തിരിക്കുന്നത്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.